വിദ്യാഭ്യാസ രംഗത്ത് പ്രതിലോമപരമായ ഒരു നയം പോലും അംഗീകരിക്കില്ല എന്ന് സർക്കാരുകളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന SFI ഇന്നലെ മന്ത്രിസഭയുടെ ഈ തീരുമാനം അറിഞ്ഞ പാടെ തലയിൽ മുണ്ടിട്ട് കിടന്നതാ. ഒരെണ്ണം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ഒരെണ്ണത്തിന്റെ മുഖം കണ്ടിട്ടില്ല. അവർക്ക് എന്താണ് ഈ പുതിയ നിയമത്തിനെ പറ്റി പറയാനുള്ളത് അറിയാനൊരു താല്പര്യമില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് എത്രയെത്ര പരിഷ്കാരങ്ങൾക്കെതിരെ സമരം ചെയ്തവരാ. കേരളം കത്തിച്ചവരല്ലേ SFI, വിപ്ലവകാരികളല്ലേ. വേണ്ടി വന്നാൽ തിരുവനന്തപുരം നിശ്ചലമാക്കുമെന്ന് പറഞ്ഞത് ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ആർഷോ തിരുവനന്തപുരത്തെ നിശ്ചലമാക്കുമെന്ന് വെല്ലുവിളിച്ചത് അന്ന് പിണറായിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഞങ്ങൾ വേണ്ടി വന്നാൽ തിരുവനന്തപുരം തലസ്ഥാന നഗരം നിശ്ചലമാക്കുമെന്ന്. എത്രയെത്ര സമരങ്ങൾ ഈ സംഘടന നടത്തിയതാ. പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു. അവസാനം CPM വന്നപ്പോൾ +2 എന്ന പേരിൽ അത് അതേപോലെ നടപ്പാക്കി. കേരള സർവകലാശാല ഒരു വിളനിലമെന്ന് പറയുന്ന ഒരു VC വന്നു. അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ CV-യിൽ കൊടുത്ത ഒരു ആലങ്കാരിക ബിരുദം, അതിൻ്റെ സാങ്കത്യം, അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് കേരളം കത്തിച്ചതാ ഈ SFIക്കാര്. ഓർമ്മയുണ്ടോ? അതുപോലെ സ്വാശ്രയ വിദ്യാലയങ്ങൾക്കെതിരായിട്ട് എന്തോ ഒരു സമരമായിരുന്നു. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഇപ്പൊ നമ്മുടെ മുൻ ഗവർണർ അരിയപ്പ് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് പിണറായി വിജയൻ ഒരു പൂതി, അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കി അയച്ചു. പുള്ളിക്കാരത് കൊട്ടേ കളഞ്ഞു. അത് മാത്രമല്ല, സെനറ്റിലേക്ക് കുറച്ച് ആളുകളെ ഗവർണർക്ക് നിയമിക്കാം. അത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്. ഇതുവരെയുള്ള ഗവർണർമാരൊക്കെ ഭരിക്കുന്ന പാർട്ടിയോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തത്. രാംദുലാരി സിൻഹ പണ്ട് നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം കുറച്ചുപേരെ നിയമിച്ചു. അന്ന് ഗവർണർക്കെതിരായിട്ട് ഒരു ശാസന പ്രമേയം കൊണ്ടുവന്നതാ CPM. അപ്പൊ ഇവിടെ അരിയപ്പ് മുഹമ്മദ് ഖാനെ റോഡിൽ പോലും തടഞ്ഞു. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി SFIക്കാരുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുമുമ്പ് സ്വാശ്രയ കോളേജ് സമരം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതിന്റെ പേരിൽ എന്തൊരു സമരമായിരുന്നു. നമ്മൾ ഈ സ്വാശ്രയ വിദ്യാലയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളെ കുറിച്ച് ഒരിക്കലും മറക്കില്ല. മറ്റു പല സമരങ്ങളും നമ്മൾ മറന്നുപോകും. ഇതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അതിന്റെ പേരിലാണ് DYFIയുടെ 5 സഖാക്കൾ കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിച്ചത്. അന്ന് MP രാഘവൻ സഹകരണ മന്ത്രിയാ. സഹകരണ മേഖലയിൽ പരിയാരത്ത് ഒരു സഹകരണ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ആരംഭിച്ചു അന്നത്തെ UDF സർക്കാർ. അതിനെതിരായിട്ട് MP രാഘവനെ തടഞ്ഞു കൂത്തുപറമ്പിൽ. അങ്ങനെ വെടിവെപ്പുണ്ടായി. 5 സഖാക്കള്, ധീര സഖാക്കള് വെടിയേറ്റ് മരിച്ചു വീണു. അതിലൊരു സഖാവ് പുഷ്പൻ, ദീർഘകാലം അദ്ദേഹം രോഗക്കിടക്കയിലായിരുന്നു. ഈ അടുത്ത കാലത്താണ് മരിച്ചത്. പുഷ്പനെ അറിയില്ലേ, ഞങ്ങളുടെ പുഷ്പനെ അറിയില്ലേ എന്നൊക്കെയുള്ള വിപ്ലവകാലങ്ങൾ എഴുതി നാട് നീളെ പാടി നടന്നു ഈ SFIക്കാരും DYFIക്കാരും. പ്രിയ SFIക്കാരാ, പ്രിയ DYFIക്കാരാ, നിങ്ങളിനി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ശവകുടീരങ്ങളിൽ അല്ലെങ്കിൽ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഒരു പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ വിറയ്ക്കില്ലേ? ലജ്ജ കൊണ്ട് നിങ്ങളുടെ തല കുനിഞ്ഞു പോവില്ലേ? നിങ്ങൾ ഈ പുതിയ നിയമത്തെ അനുകൂലിക്കുകയാണെങ്കിൽ, അതിനെതിരെ നിങ്ങൾ പോരാടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ, അധ്യക്ഷ കുമാരി അനുശ്രീ, ഇവരെ കേരളം വെല്ലുവിളിക്കുക. ഞാനല്ല, കേരളത്തിലെ ജനങ്ങള്. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? നിങ്ങളിൽ ഓടുന്നത് വിപ്ലവത്തിന്റെ ചൂടുള്ള രക്തമാണെങ്കിൽ ഈ നിയമനിർമ്മാണത്തിനെതിരെ SFIയും DYFIയും CPM-ഉം കാലാകാലങ്ങളിലായി എതിർത്തുകൊണ്ടിരുന്ന ഈ നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഈ നീക്കത്തിനെതിരെ ഒരു ചെറു സമരമെങ്കിലും, ഒരു ടോക്കൺ സമരമെങ്കിലും നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഒരു തിരുത്തൽ ശക്തിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല. എത്രയെത്ര കാര്യങ്ങളിലാണ് അവര് കാലാകാലങ്ങളിലായിട്ട് അവരുടെ നയം തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ ചരിത്രം മുതൽ നോക്കുക. ട്രാക്ടർക്കെതിരെ സമരം നടന്നു, ടില്ലറിനെതിരെ സമരം നടത്തി, കമ്പ്യൂട്ടറിനെതിരെ വലിയ തോതിലുള്ള സമരം നടത്തി. എന്നിട്ട് എന്തായി? നിങ്ങൾ സ്വാശ്രയ വിദ്യാലയങ്ങൾക്കെതിരെ സമരം നടത്തി. നിങ്ങൾ തന്നെ സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചില്ലേ? പരിയാരം മെഡിക്കൽ കോളേജ് അന്ന് MP രാഘവൻ അത് നടപ്പാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെ എതിർത്ത നിങ്ങൾ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് നിങ്ങളുടെ കൈവശമല്ലേ? അല്ലേ? അതുപോലെ തന്നെ പ്രീ ഡിഗ്രി ബോർഡ്, അതിനെ പൊളിക്കാൻ നിങ്ങൾ കേരളത്തെ കലാപ ഭൂമിയാക്കി മാറ്റി. പിന്നീട് CPM എന്താ ചെയ്തത്? അത് +2 എന്ന പേരിൽ നടപ്പാക്കി. ട്രോളിനെ എതിർത്തു, ജനദ്രോഹകരമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ട്രോൾ നടപ്പാക്കുക, ഒരു ലജ്ജയും കൂടാതെ, ഒരു ഉടുപ്പും കൂടാതെ. മദ്യനിർമ്മാണശാല ഇനി ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തിരിക്കുക. നിങ്ങൾ അതിവേഗ തീവണ്ടിപ്പാത
സിൽവർ ലൈൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം നടന്നല്ലോ. ഇപ്പൊ അത് മാറ്റിപ്പിടിക്കുക. ഇപ്പൊ സെമി സ്പീഡായി. എന്താണ് പെട്ടെന്നൊരു മാറ്റം? അന്ന് നമ്മുടെ എം വി ഗോവിന്ദൻ പറഞ്ഞതാ, CPM സംസ്ഥാന സെക്രട്ടറി, ഈ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാല് കണ്ണൂരിലെ അമ്മച്ചിമാർക്ക് അവിടെ അപ്പം ഉണ്ടാക്കി തിരുവനന്തപുരം വരെ വന്ന് വിറ്റിട്ട് പോകാമെന്ന്. അപ്പൊ ഇനി അമ്മച്ചിമാർ എന്തോ ചെയ്യും ഈ സെമി സ്പീഡ് വന്നാൽ? ഇങ്ങനെ നയങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുക, തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. തെറ്റ് തിരുത്തുന്നത് നല്ലതാ. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ലൈറ്റ് കത്തുന്ന ആദ്യം ഓരോന്ന് ചെയ്യും, പിന്നീട് തെറ്റ് തിരുത്തും, പിന്നീട് തിരുത്തും. പക്ഷേ തിരുത്തുന്നതിന് മുമ്പ്, ഈ നയം മാറ്റുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് ഒരു ചെറിയ ഖേദം പ്രകടിപ്പിച്ചുകൂടെ? നിങ്ങൾ മാപ്പി ചോദിക്കൊന്നും വേണ്ട, ഒരു ഖേദപ്രകടനം. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അതായത് നിങ്ങളുടെ നയം എന്താ? UDF അധികാരത്തിൽ വരുമ്പോൾ ഒരു കാര്യവും ചെയ്യിക്കില്ല, അതൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കൊച്ചി വിമാനത്താവളം, അതിന്റെ പേരിൽ എന്തൊരു സമരമായിരുന്നു. അതുപോലെ വിഴിഞ്ഞം എയർപോർട്ട് വന്നപ്പോൾ 5060 കോടി രൂപയുടെ പദ്ധതിയിൽ 5000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ സമരം ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിനെതിരെ പോരാട്ടമായിരുന്നു. അതുപോലെ എത്രയെത്ര സംഗതികളില്. ഇത് 1969 തുടങ്ങിയതാണ് CPM. അച്യുതമേനോൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അന്നത്തെ പ്രഖ്യാപിത നയം എന്തായിരുന്നു? ലാത്തി ചാർജ് ഇല്ലാതെ, വെടിവെപ്പില്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. അന്നൊരു ട്രാൻസ്പോർട്ട് സമരം നടന്നപ്പോ മട്ടന്നൂരിനടുത്ത് ട്രാൻസ്പോർട്ട് ഓഫീസിന് തീ കൊടുത്ത് 4 പേരെ കൊന്നവരാ. അത് അന്നത്തെ സർക്കാരിനുള്ള എതിർപ്പിന്റെ പേരിൽ മാത്രം. ഇപ്പൊ പുതിയ സർക്കാർ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം, ഏത് പരിഷ്കാരങ്ങളും കൊണ്ടുവരാം. നിങ്ങളുടെ പഴയ ഒരു രീതിയാണ്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ, ട്രോളിന്റെ കാര്യത്തിൽ, അതുപോലെ എലപ്പുള്ളി ബ്രൂവറിയുടെ കാര്യത്തിൽ, ഇതെല്ലാം പഴയ നിങ്ങൾ എതിർത്ത് തോൽപ്പിച്ച തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ നടപ്പാക്കുന്നു. UDF ഒന്നും ചെയ്യരുത്, ഒക്കെ നമ്മളായിക്കോളാം. ഈ വാർത്ത സംബന്ധിച്ച് മലയാള മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ടില് ഒരു വാചകം ഇങ്ങനെയാണ്: 9 വർഷം മുമ്പ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാന്റെ മുഖത്ത് നിങ്ങളടിച്ച അടി, ആ അടിക്കുള്ള തിരിച്ചടി ഇന്ന് CPM ലജ്ജാപൂർവം ഏറ്റുവാങ്ങുകയാണ്. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നിങ്ങൾ എതിർത്തതും നിങ്ങളെ തോൽപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ വിധി നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ്. ഇതുപോലെ തിരിച്ചുള്ള അടികൾ ഏറ്റുവാങ്ങാൻ ഈ സർക്കാരിന്റെ ജീവിതം ഇനി 1.5 കൊല്ലം ബാക്കി.